പ്രിയ ദൈവമക്കളെ, ദിനംതോറും നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുക. നമ്മുടെ കർത്താവ് എത്രയോ വിശ്വസ്തനാണ്. തൻ്റെ വചനത്തിലൂടെ നമുക്ക് ആവശ്യമായ ആലോചനകൾ നൽകി, സൗഖ്യം നൽകി, അഭിഷേകം പകർന്ന് നമ്മെ കരം പിടിച്ച് നയിക്കുന്ന കർത്താവിൻ്റെ പരിപാലനയ്ക്കായി നമുക്ക് നന്ദിയുള്ളവരാകാം. പ്രാർത്ഥനാപൂർവം ദൈവത്തിനു മുൻപിലായിരുന്ന് ഈ തിരുവചനങ്ങളെ നമുക്ക് ശ്രവിക്കാം. പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന വർദ്ധിക്കുന്ന വിശ്വാസം. വർദ്ധിക്കുന്ന വിശ്വാസം. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്ന വിശ്വാസമാകണം. ഓരോ ദിവസവും ദിനം തോറും വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നവരാണ് പരിശുദ്ധാത്മാവുള്ളവരെ. പരിശുദ്ധാത്മാവുള്ള ദൈവത്തിൻ്റെ വചനം വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദിനംതോറും വിശ്വാസത്തിൽ വളരുന്നൊരു ജീവിതമാണ്. പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായവൻ നമ്മുടെ കർത്താവായ യേശുവാണ്. ആ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി വേണം ഈ വിശ്വാസയാത്ര നമ്മൾ മുന്നോട്ട് നയിക്കുവാനായിട്ട്. വർദ്ധിച്ചു വരുന്ന വിശ്വാസം. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം തിരുവചനം. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അനേക പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനം. അപ്പോസ്തലന്മാർ അവർ പ്രാർത്ഥിച്ച പ്രധാന കാര്യം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് ക്ഷമിക്കുന്നതിനെക്കുറിച്ചും സ്നേഹിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, തങ്ങളെ ദ്രോഹിച്ചവരോട് നിരുപാധികം ക്ഷമിക്കണമെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തിൽ വർധനവുണ്ടാകണം. വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിന് മാത്രമാണ് കർത്താവ് പറഞ്ഞ ഈ ഒരു കൃപയിലേക്ക് വരുവാൻ സാധിക്കുന്നത്. ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന തിരുവചന സത്യങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നും, ഇതെങ്ങനെ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ? എൻ്റെ കുടുംബത്തിൽ ഈ വചനങ്ങൾ എങ്ങനെ നിറവേറപ്പെടും? എൻ്റെ മക്കളിൽ ഈ വചനം എങ്ങനെ അഭിഷേകമായി മാറും? എൻ്റെ തലമുറകളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി എപ്രകാരം വ്യാപരിക്കും? കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ 100 ചിന്തകളാൽ ആകുലപ്പെടുന്നവരാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ വചനത്തിലൂടെ ആത്മാവ് നിന്നോടാണ് സംസാരിക്കുന്നത്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൽ വർധനവുള്ള ഒരു ജീവിതത്തിൽ മാത്രമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ആക്റ്റീവാകുന്നത്. നമ്മുടെ വിശ്വാസം നിർജീവമാണെങ്കിൽ, നമ്മ മാത്ര വിശ്വാസികളാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിർജീവമാകും, ആക്റ്റീവാകുകയില്ല. വചനം കേട്ടത് കൊണ്ടോ വചനം വായിച്ചത് കൊണ്ടോ വചനം നമ്മിൽ പ്രവർത്തിക്കില്ല. വചനം പ്രവർത്തിക്കണമെങ്കിൽ പൂർണ്ണമായും കർത്താവിൻ്റെ വചനത്തിൽ നീ വിശ്വസിക്കണം. ദൈവവചനത്തിലേക്ക് നിൻ്റെ ഹൃദയമുറപ്പിക്കണം. ദൈവവചനത്തിൽ നിന്നുള്ള ഓരോ വെളിപാടും അഭിഷേകമായി സ്വീകരിക്കുവാനുള്ള ഹൃദയ തുറവി പ്രിയ സഹോദര സഹോദരി നിനക്കും എനിക്കും ഉണ്ടാകണം. പൗലോസ്ലീഹ സഭയോട് പറയുന്നുണ്ട്, കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. വളരെ അർത്ഥപൂർണമായ ഒരു വചനം. നമ്മൾ വിശ്വാസം പറയുന്നുണ്ട്, വിശ്വാസം പ്രഘോഷിക്കുന്നുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ തിരുവചനം പറയാണ്, നിന്റെ വിശ്വാസം നീ പരിശോധിക്കുക. നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരുന്നൊരു വിശ്വാസമാണോ? നിന്റെ വിശ്വാസം വളരുന്ന വിശ്വാസമാണോ? നിന്റെ വിശ്വാസം ദൃഢമായ വിശ്വാസമാണോ അതോ ദുർബലമായതാണോ? നിന്റെ വിശ്വാസം സംശയമുള്ള അല്പവിശ്വാസം നിറഞ്ഞതാണോ
പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, സഹോദരങ്ങളെ, വളരുന്ന വിശ്വാസത്തിനാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ, ആത്മപകർച്ചയെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്. വിശ്വാസത്തിന് വലിയ പവറുണ്ട് സഹോദരങ്ങളെ, വലിയ ശക്തിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ വളരുന്ന ദൃഢത പ്രാപിച്ച് വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ അബ്രഹാം പിതാവിനെ നോക്കണം. എനിക്ക് അബ്രഹാമിൻ്റെ ജീവിതം ഒരുപാട് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പ്രചോദനമായിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് അബ്രഹാമിൻ്റെ ജീവിതത്തെ എടുത്ത് സഭയെ പഠിപ്പിക്കുകയാണ്. റോമക്കാർക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ, അതിൽ 19-ാമത്തെ വചനം 18-19 വചനങ്ങളിൽ ഇപ്രകാരം പറയാണ്: താൻ അനേകം ജനതകൾക്ക് പിതാവാകുമെന്ന് പറയപ്പെട്ടതനുസരിച്ചും എന്നാൽ പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. പ്രത്യാശയ്ക്ക് യാതൊരു വകയില്ല, 100% ഇമ്പോസിബിളായ കാര്യം, ഒരിക്കലും അത് നടക്കില്ല, അസാധ്യമായൊരു കാര്യം. മാനുഷിക ബുദ്ധി പറയുന്നു അസാധ്യമാണ്, ജീവിത അനുഭവങ്ങൾ പറയുന്നു അസാധ്യമാണ്, തൻ്റെ മൃതമായ ശരീരം പറയുന്നു ഇനിയൊരു കുഞ്ഞുണ്ടാവുക അസാധ്യമാണ്, നാട്ടുകാരും വീട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു അസാധ്യമാണ്, പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. പക്ഷെ ദൈവമായ കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, ഭൂമിയിലെ പൂഴി പോലെ ഞാൻ നിങ്ങൾക്ക് സന്താനങ്ങൾ തരും, നിനക്ക് ആകാശ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. കർത്താവിൻ്റെ ഈ പ്രോമിസ് വിശ്വസിക്കുകയാണ്. അസാധ്യമായ കാര്യമാണ്, പക്ഷേ അവൻ വിശ്വസിച്ചു. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിക്കുന്ന വിശ്വാസമാണ് വർദ്ധിച്ചു വരുന്ന വിശ്വാസം. അതാണ് വളരുന്ന വിശ്വാസം. പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതൽ വളരുന്ന വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. ശ്രദ്ധിക്കണമേ നിങ്ങൾ, വളരുന്ന വിശ്വാസത്തിന് പ്രതിസന്ധികളുണ്ട്. ആർക്ക് പ്രതിസന്ധികളില്ലാത്ത? ഒത്തിരി സഹനങ്ങൾ നിനക്കുണ്ട്, നൊമ്പരങ്ങളുണ്ട്, മാനസിക ശാരീരികമായ വേദനകളുണ്ട്, രോഗപീഠകളുണ്ട്, അവശതകളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇതിൻ്റെ നടുവിൽ വളരുന്ന വിശ്വാസത്തിൻ്റെ ജീവിതമായി നമ്മൾ മാറുമ്പോഴാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത് വളരുന്ന വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താ? പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത ഇല്ല, പക്ഷെ പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു. പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു, സംഭവിക്കും. അസാധ്യങ്ങൾ സാധ്യമാകും, പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാകും, അടഞ്ഞ വഴികൾ തുറക്കപ്പെടും, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും, മലകൾ നിരപ്പായി മാറും. വിശ്വസിക്കുകയാണ്, നീ വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസമാണ് വളരുന്ന വിശ്വാസം. ശ്രദ്ധിച്ചേ, വളരുന്ന വിശ്വാസം. വീണ്ടും റോമൻസ് 4:19 ദൈവത്തിൻ്റെ വചനം പറയും, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും ഭാര്യ സാരയുടെ ഉദരം വന്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. കണ്ടോ, അബ്രഹാം ഒരു പൊട്ടനല്ല, നല്ല ഇൻ്റലക്ച്വലാണ്, ബുദ്ധിയുണ്ട്, അറിവുണ്ട്. ഇതൊക്കെ അവനറിയാം. തൻ്റെ മൃതപ്രായമായ ശരീരത്തിൽ നിന്ന് ഇനിയൊരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുവാൻ തൻ്റെ ശരീരത്തിന് കഴിയില്ല, അതിനുള്ള ജീനുകൾക്ക് അതിന് പവറില്ല എന്ന് മനസ്സിലായി. എല്ലാം ഡെഡായിപ്പോയി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവളുടെ ഉദരം വന്യമാണ്, ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ശേഷി അവളുടെ ഗർഭപാത്രത്തിനില്ല, അത് അടഞ്ഞിരിക്കുന്ന വരണ്ട ഗർഭപാത്രമാണ്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടാണ് അബ്രഹാം പ്രതീക്ഷയോടെ വിശ്വസിച്ചത്. അത് അബ്രഹാം പൊട്ടനായതുകൊണ്ടല്ല, അവൻ അറിവില്ലാത്തവനായതുകൊണ്ടല്ല, അവനൊരു ആവേശക്കാരനായതുകൊണ്ടല്ല. അവൻ ഉറപ്പുണ്ട്, ദൈവമായ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് നിശ്ചയമായി സംഭവിച്ചിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ, അവിടുത്തെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ അബ്രഹാം വിശ്വസിച്ചു. സഹോദരങ്ങളെ, ഈ വിശ്വാസമാണ് വളരുന്ന വിശ്വാസം. വളരുന്ന വിശ്വാസം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംശയങ്ങൾ വരും. എനിക്ക് ഒത്തിരി വരാറുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? കാര്യങ്ങൾ ഈ വിധമാണെങ്കിൽ ദൈവമേ ഇനി എന്ത് ചെയ്യും? നമുക്ക് ദൈവപരിപാലനയിൽ
ബോധ്യങ്ങളില്ലാഞ്ഞിട്ടല്ല. ചില സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ദുർബലതകൾ നമ്മെ സ്വാധീനിക്കും. വിശ്വാസത്തിൽ പലപ്പോഴും നമ്മൾ വീക്കായി, ബലഹീനമായി, ദുർബലമായി, ഇതൊക്കെ നമുക്കറിയാമെങ്കിലും, ബുദ്ധിതലത്തിൽ അറിയാമെങ്കിലും കൃപാതലത്തിൽ നമ്മൾ പലപ്പോഴും വീക്കായി, ദുർബലമായി പോകുന്നു. പക്ഷെ ഇവിടെ ഇതൊക്കെ അറിയാം അബ്രഹാമിന്. എന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. ഓ, എന്നാ ഒരു ഈ വിശ്വാസമാണ് വളരുന്ന വിശ്വാസം, വർദ്ധിച്ചു വരുന്ന വിശ്വാസം. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, എനിക്ക് പൗലോസിന് ഒത്തിരി ഇഷ്ടമാണ്. തിമോത്തിയോസ് 2 ലേഖനം 1:12 പറയാണ്, ഈ കാരണത്താൽ ഞാൻ ഇവയെല്ലാം സഹിക്കുന്നു, ഈ സഹനങ്ങളിൽ ഞാൻ ലജ്ജിക്കുന്നില്ല, എനിക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. എൻ്റെ ദുഃഖങ്ങളിലും വേദനകളിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ അറിവ് കൊണ്ട് ഇറ്റ്സ് എ റെവലേഷൻ. ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നത്. കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഒറ്റ വാക്കുകൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ കർത്താവിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അവൻ വാക്കുമാറാത്തവനാണ്, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ആ ഒരു ഉറപ്പ്, ഇത് വെറും ഒരു മാനുഷിക ഉറപ്പല്ല, ഇറ്റ്സ് എ റെവലേഷൻ. ഇതൊരു വെളിപാടാണ് സഹോദരങ്ങൾ. ഇന്ന് നമുക്ക് ആവശ്യം ഈ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. വിശ്വാസത്തിൻ്റെ ഉറപ്പ്. എൻ്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ഇതാണ് പ്രതീക്ഷയോടെ വിശ്വസിക്കാൻ അബ്രഹാമിനെ പ്രാപ്തനാക്കിയത്. അല്ലാതെ അവനൊരു അറിവില്ലാത്തവനായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്ത, കഴിവില്ലാത്ത ഒരു ജീവിതമായതുകൊണ്ടല്ല. നല്ല ബുദ്ധിയും കഴിവുള്ളവനായിരുന്നു നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം. പ്രതീക്ഷയോടെ വിശ്വസിച്ചു. വചനം പറയുന്നുണ്ട് 1 കൊരിന്തോസ് 16:13, ജാഗരൂകരാകുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നീ ഉറച്ചു നിൽക്കണം, ഉറപ്പുണ്ടാകണം. വിശ്വാസത്തിൽ ഉറപ്പുണ്ട്. ആരൊക്കെ അകന്നു പോയാലും, ആരൊക്കെ നെഗറ്റീവുകൾ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നടന്നാലും, ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല, ഇതൊന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് വളരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇത് തീരാൻ പോവാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഇതെങ്ങനെ രക്ഷപ്പെടും എന്നുള്ള നെഗറ്റീവ് ആ കുടുംബത്തിൽ നിന്നുണ്ടാകാം, കൂടെ നിൽക്കുന്നവരിൽ നിന്നുണ്ടാകാം, പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടാകാം. എന്നാൽ സഹോദരി, നീ വിശ്വസിക്കേണ്ടത് അവനും അവളും പറയുന്ന പാഴ്വാക്കുകളല്ല, മറിച്ച് കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ്. ജീവനുള്ള വചനം. യെസ്, ഇത് കൃപയുടെ വചനമാണ്. ഈ വചനത്തിന് സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും, പ്രതിസന്ധികളെ ഭേദിക്കാൻ പറ്റും, അടഞ്ഞ വഴികളെ തുറക്കാൻ പറ്റും. കാരണം വചനം യേശു തന്നെയാണ്, ജീസസ് ആണ്. ജീസസ്. വചനത്തിനൊന്നും അസാധ്യമല്ല. വളരുന്ന വിശ്വാസം നിനക്കുണ്ടാകണം, വളരുന്ന വിശ്വാസം. വീണ്ടും റോമൻസ് 4:20 വരിക. അവിടെ എന്താ വചനം പറയും? വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. കണ്ടു, ചിലർ അങ്ങനെയാണ്. അല്പം ലേറ്റ് ആവുമ്പോൾ പിന്നെ ദൈവത്തിനെതിരെ ചിന്തിക്കുക, കർത്താവിൻ്റെ വചനത്തിനെതിരെ ചിന്തിക്കുക, തങ്ങൾക്ക് ലഭിച്ച വിളിയെക്കുറിച്ച്, ദൗത്യത്തെക്കുറിച്ച് അതിനെതിരെ നെഗറ്റീവ് ആവുക. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ? ദൈവം കരുതുന്നവനാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സഹനം? ദൈവം എന്നെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ മിഷനിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ? ഇതൊക്കെ നമ്മളെ മാനുഷികമായി അലട്ടിക്കൊണ്ടിരിക്കില്ലേ? ഒത്തിരി അലട്ടുന്നുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ അലട്ടുന്നുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതൊക്കെ അലട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണോ നീ? പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ ഞെരുക്കങ്ങളിൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ ജീവിക്കുന്ന കർത്താവിനെതിരെ ചിന്തിക്കുന്നുണ്ട്, അവൻ്റെ വചനത്തിനെതിരെ, അവൻ്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. കാരണം വളരുന്ന വിശ്വാസമാണ്. പരിശുദ്ധാത്മാവുള്ള ഒരു ജീവിതത്തിൽ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കും. വിശ്വാസം ഒരു സാഹചര്യത്തിനും അതിനെ ഞെരുക്കി ഇല്ലാതാക്കാൻ പറ്റില്ല. ആ ഞെരുക്കത്തിൻ്റെ നാളുകളിൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. വർദ്ധിച്ചു വരുന്ന, പെരുകി വരുന്നൊരു വിശ്വാസം. ആമേൻ. വിശുദ്ധ ആമേൻ പറഞ്ഞേ.
കർത്താവിന് മഹത്വമുണ്ടാവട്ടെ. 21-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ അതിശയിച്ചു പോയി വചനം ധ്യാനിച്ച്. നമ്മൾ എത്രയും ആവർത്തി വായിച്ചതാണല്ലേ. തൻ്റെ വചനം നിറവേറ്റാൻ, തൻ്റെ പ്രോമിസ് നിറവേറ്റാൻ ഒരു സാഹചര്യവും ദൈവത്തിന് തടസ്സമല്ല, ആരും തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. പൂർണ്ണമായ ഫെയ്ത്ത് അബ്രഹാമിനുണ്ടായിരുന്നു. വളരുന്ന വിശ്വാസമാണിത്, വർദ്ധിച്ചു വരുന്ന വിശ്വാസം. പരിശുദ്ധം ഇതുപോലൊരു വിശ്വാസമുള്ളവളാണ്. ലൂക്കായുടെ സുവിശേഷം 1:45 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നമ്മുടെ അമ്മ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടുമെന്ന് വിശ്വസിച്ചവരെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അബ്രഹാമിനെ ഭാഗ്യവാനാക്കിയത്, ബ്ലെസ്സഡ് ആക്കിയത് ഈ ഒരു ഫെയ്ത്താണ്. പരിശുദ്ധ അമ്മയെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടുമാർ അവൾ ദൈവത്താൽ ഉയർത്തപ്പെട്ടതിന് പുറകിൽ ഈ ഒരു വിശ്വാസമാണ്, വളരുന്ന വിശ്വാസം. ദൈവത്തിനെല്ലാം സാധ്യമാണ്. കൊളോസസ് 1:23 പറയുന്നു, സുവിശേഷം നൽകുന്ന പ്രത്യാശ വ്യതിചലിക്കാതെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുക. കൊളോസസ് 2:7 പറയുന്നു, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും ക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കണം, കരുത്ത് പ്രാപിക്കണം. പ്രകാരമുള്ള വിശ്വാസമാണ് വളരുന്നത്. ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ അസ്വസ്ഥരാകും, നമ്മൾ വയലൻ്റ് ആകും, നമ്മൾ ദുഃഖിതരാകും, നിരാശിതരാകും, നമ്മൾ സംശയാളുക്കളാകും, പിറുപിറുക്കുന്നവർ, അസംതൃപ്തരും കുറ്റപ്പെടുത്തുന്നവരോ. എന്താ കാരണം? നമ്മുടെ വിശ്വാസം വളരുന്നതല്ല, അതിങ്ങനെ നിർജ്ജീവമായിട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, വളരുന്ന വിശ്വാസത്തിൻ്റെ ജീവിതമായി നമ്മുടെ ജീവിതം മാറട്ടെ. അതിനായി പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനായി ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ ഈ ഒരു അഭിഷേക നിറവിലേക്ക് പരിശുദ്ധാത്മ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളാലും കർത്താവ് നമ്മളെ സമ്പന്നമാക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി ദിനംതോറും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ.